വേറൊരു കാര്യമുണ്ട്, വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ 4 പേരോടും ചോദിച്ചോണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ഇഡ്ഡലി വേണോ ദോശ വേണോ, നിങ്ങൾക്ക് പുട്ട് വേണോ അപ്പം വേണോ എന്ന് ചോദിച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇതാണ് മെനു, കഴിച്ചേച്ചും പോ, അത്രയും പറഞ്ഞാൽ മതി. ഞാനൊക്കെ ഇനി അത് പഠിക്കാം. അദ്ദേഹം ഒത്തിരി പ്രയാസപ്പെടണ്ട അല്ലേ? ഓക്കെ. അല്ല ശരിക്കും അബ്രാമി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാവരോടും മെനു ചോദിച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പകുതി ആരോഗ്യം പോയി കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞ സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലീസ് ബോധേഡ് അല്ല നമ്മുടെ കാര്യത്തെ പറ്റി. നമ്മൾ എന്താ നമ്മുടെ ഇൻടേക്കിനെ കുറിച്ച്, കാൽഷ്യന് എന്താ പറയാ, ഹെൽത്തിനെ പറ്റിയോ ഒന്നിനെ പറ്റി നമ്മൾ ബോധേഡ് അല്ല. ഇതേപോലെ എന്തെങ്കിലും ബാക്കിയുണ്ടോ അത് കഴിക്കുക, വിശപ്പടക്കുക, കിടക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറെ കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് അസുഖങ്ങൾ വന്നാലും എല്ലാം ഈ പിള്ളേരെ നോക്കാനും കുടുംബം നോക്കാനും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇത് പറ്റത്തുള്ളൂ. അവിടെ കുറച്ചൊക്കെ നമ്മളും ആരോഗ്യം നോക്കണം. പിന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ എന്തിനാ പ്രയോറിറ്റൈസ് ചെയ്യും? സത്യം. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക.